യെസ് എന്ന് 3, നോ എന്ന് 2. യെസ് എന്ന് പറഞ്ഞവരെ ഒന്ന് വെളിപ്പെടുത്താം എന്ന് തോന്നുന്നു. പ്രതികാര നടപടിയാണ്, പ്രതികാര നടപടിയാണ്. ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്നു? അതെന്താ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ എന്റെ വിശ്വാസം മാറ്റണോ? ഒരു ചർച്ചയ്ക്ക് ഞാനെന്റെ നിലപാടിൽ ശേഷവും കേസ് എടുക്കണമായിരുന്നു. അല്ലേ, പിന്നെ എങ്ങനെ പ്രതികാര നടപടിയാവുക? അല്ല, ഇതൊരു നിയമപരമായ നടപടിയല്ലേ? ഇരട്ട നീതിയുണ്ട്. നിങ്ങൾ നിയമവാഴ്ച എനിക്ക് മനസ്സിലാവുന്നില്ലേ? നിങ്ങൾക്ക് മനസ്സിലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. 133 PDPP ആക്ട് ഇതിന്റെയൊക്കെ വയലേഷൻ ഉണ്ടെന്ന് സമ്മതിക്കുക. അത് സംബന്ധിച്ചതിനു ശേഷം കേസെടുത്തതിൽ എതിർപ്പ് ഡോക്ടർ അരുൺകുമാർ നമ്മളിതെല്ലാം ചർച്ച ചെയ്തിട്ട് അല്ല ഒരു മിനിറ്റ് അങ്ങനെയല്ല, അങ്ങനെ വേണ്ട. അല്ല നമ്മളിതെല്ലാം ചർച്ച ചെയ്ത് പരസ്പരം തർക്കിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അതുമായി ബന്ധപ്പെട്ട് വോട്ട് ചെയ്തല്ലോ. ഇനി നിങ്ങൾ നമ്മളെ ഉപദേശിക്കേണ്ട. അല്ല, മനസ്സിലാവണ്ട. 1.5 മണിക്കൂർ സംസാരിച്ചിട്ട് നമ്മൾ നവകേരള യാത്ര തുടങ്ങി സമാപനം വരെ കണ്ടതാണ്. അറസ്റ്റ് വേണ്ടെന്നൊന്നുമില്ല പറഞ്ഞത്. പ്രതികാര നടപടിയാണ്. ഏത് രൂപത്തിൽ ചെയ്തു എന്നുള്ള പ്രതികാര നടപടി, ഏത് രൂപത്തിലുള്ള അറസ്റ്റാണ്, ഏത് രൂപത്തിലുള്ള അറസ്റ്റാണ്, എന്തുകൊണ്ട് ഇത്ര ദിവസം വൈകി എന്നുള്ള ഒക്കെ സംശയം തന്നെയാണ്. അല്ല, എന്റെ സങ്കല്പത്തിൽ പരിഹസിക്കൊന്നും വേണ്ട. ഇതൊക്കെ നാട് കാണുന്നുണ്ട്. അത് ആയിക്കോട്ടെ സാർ, നിങ്ങൾ വോട്ട് അതായത് അത് പക്ഷേ ഈ ഭരണകൂട ഭീകരത എന്ന അവരുടെ രണ്ടുപേരുടെ വാദത്തോട് ഞാൻ ഒട്ടുമേ യോജിക്കുന്നില്ല. പ്രതികാര നടപടി, ഭരണകൂട ഭീകരത നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട്. എന്റെ ഭരണകൂട ഭീകരത ഇങ്ങനെയല്ല. അപ്പോ ഇതിൽ ഞാൻ കൃത്യമായി ഈ ഒരു കേസിൽ നിയമപരമായി തന്നെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. ഇതിൽ ഒരു രാഷ്ട്രീയ ബുദ്ധിയും ഒരു പ്രത്യേക താല്പര്യവും ഉണ്ടായിട്ടുണ്ട് എന്നതിലാണ് ഞാൻ ഇതിനോട് യോജിക്കുന്നത്. പ്രതികാര നടപടി അല്ല, ഇത് എന്താ അറിയോ അരുണേ, നമ്മളിപ്പോ ഇന്ന് അരുൺ രാത്രി വീട്ടിൽ പോയി കിടക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വളരെ നിഷ്കളങ്കമായി സർക്കാർ ചെയ്തൊരു കാര്യമായി ബോധ്യപ്പെട്ടു പോയി കിടന്നുറങ്ങിക്കോളൂ. ഞാൻ അതിനെ അങ്ങനെ ബോധ്യപ്പെടുന്നില്ല. നമ്മൾ രണ്ട് വഴിക്കാം. ആയിക്കോട്ടെ. എന്നെ സംബന്ധിച്ച് നിഷ്കളങ്കമായ ഒരു പ്രവൃത്തിയല്ല ആ സമരത്തിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു. ശരിയാ, അത്രേ ഉള്ളൂ. ഭയങ്കര ക്രൂരകൃത്യമാണ്. അല്ലല്ലേ? ചെറിയൊരു കാര്യമാണോ ഒരു പട്ടിക വെച്ച ചെറിയ കാര്യമാണോ? അല്ലല്ല, ഞാൻ ന്യായീകരിക്കുന്നില്ല. ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. അപ്പൊ പ്രതികാര നടപടിയോ എന്ന ചോദ്യത്തിന് യെസ് എന്ന് 3, നോ എന്ന് 2. നമുക്കിന്ന് ഈ വിഷയത്തോടെ ഇന്ന് മീറ്റ് ദി എഡിറ്റേഴ്സ് അവസാനിപ്പിക്കാം. രണ്ടാമത്തെ വിഷയം ഉണ്ടായിരുന്നത് വാർത്തയിൽ എന്ന പോലെ ചർച്ചയിലും തൊടാതെ പോകേണ്ടി വന്നു. അത് മറ്റേ ചർച്ച വലിച്ചു നീട്ടി അങ്ങ് കുറച്ച് നേരം നമ്മൾ അങ്ങ് പോയി. അതുകൊണ്ടാണ്. പക്ഷെ ഇന്ന് ഗവർണറെ SFI പലയിടങ്ങളിലും കരിങ്കൊടി കാട്ടി 8 ഇടങ്ങളിൽ പ്രതിഷേധം പോലീസ് തടഞ്ഞില്ല, ആരെയും അറസ്റ്റും ചെയ്തിട്ടില്ല. ഗവർണർ ഇതിനിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതിലും വലിയ വണ്ടിയിൽ ഇടിക്കുകയല്ല, അടുത്ത് നിന്ന് കരിങ്കൊടി കാണിച്ചു. ഗവർണർ ഒപ്പോഴേ കാറിന്റെ ചില്ല് താഴ്ത്തി അവരെ കൈവീശി കാണിച്ചിട്ട് പോയി. ഗവർണർ ഇറങ്ങി നടന്നു കേട്ടോ. ഇന്നും ഗവർണർക്ക് ഇറങ്ങി നടന്നൂടെ? കാലിലെ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തു. ഗവർണർ എവിടെ മത്സരിക്കുന്നു കൂടി അറിഞ്ഞാൽ മതി. ഗവർണർ മത്സരിക്കുമോ എന്നുള്ളതല്ല, ഇങ്ങനെയൊക്കെ നമ്മൾ ചുരുക്കി കാണാതെ ഗവർണർ ഒരു ഹീറോ ആണെന്ന് 80 സീറ്റിൽ ഒരു സീറ്റ് ചോദിച്ചിട്ടുണ്ട്. Meet the editors.